ചേച്ചി ഇപ്പോൾ ഇവിടെ നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഫുഡ് കണ്ടമാനം ഇഷ്ടം പോലെ ഫുഡുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പാത്രങ്ങളെ കമ്മിയുണ്ട്, കിറ്റിൻ്റെ ആവശ്യങ്ങളുണ്ട്. എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്താ? ഇവിടെ ഈ ഭാഗത്തേക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു കുറച്ച് ആളുകൾക്ക് ക്യാമ്പിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടുത്തെ ഓരോ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇവിടെ കുടുങ്ങിപ്പോയി. പിന്നെ അതുമല്ല നമ്മളെ വീടുകളൊന്നും നഷ്ടപ്പെടാത്തത് കൊണ്ട് ഇവിടുന്ന് നമുക്ക് പോവാനുള്ള എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ പോവുക. ആ ഒരു അവസ്ഥയിൽ ഇവിടെ കുറച്ച് കുടുംബങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവര് ഒരു ലിസ്റ്റിലും അവരെ പെടുത്തിയിട്ടുമില്ല, ഒരു ലിസ്റ്റിലും അവരെ പെടുത്തിയിട്ടില്ല. ഞാൻ ഇന്നിപ്പോൾ പഞ്ചായത്തിൽ പോയത് ലിസ്റ്റ് നോക്കാൻ പോയത്. ലിസ്റ്റ് നോക്കാൻ പോയപ്പോൾ ഇപ്പം ഞങ്ങളെ തന്നെ 3 കുടുംബങ്ങൾ ആ ലിസ്റ്റിലില്ല. പിന്നെ ഇവിടുന്ന് നഷ്ടപ്പെട്ട് ഇപ്പോഴും കിട്ടാനുള്ള പിന്നെ ബോഡി എത്ര നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ ഇനി കിട്ടാനൊരു 10-200 ബോഡീൻ്റെ ഇനിയും ഉണ്ടാവും, ഇവിടെ കിട്ടാനുണ്ടാവും. എന്താ പറയുക, നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ നിങ്ങളിവിടെ ഈ നാട്ടുകാരത്തിൽ നിന്നുള്ളവർക്ക് നിങ്ങൾ ചോദിക്കാൻ കാരണം നമ്മളിത് പുറലോകം പല രീതിയിലാണ് ഇത് കേൾക്കുന്നത്. അവിടേക്ക് പിന്നെ ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല, ഇഷ്ടംപോലെ വന്ന് അടഞ്ഞിട്ട് ഡ്രസ്സിന് ബുദ്ധിമുട്ടില്ല, പാത്രങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നമ്മളെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഇപ്പം ബക്കറ്റും മറ്റുള്ളതും പാത്രങ്ങളൊക്കെ ആയിട്ട് അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പം നിങ്ങൾ പറയുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയും. അതൊക്കെ ക്യാമ്പിലേക്ക് പോയിന്ന് അറിയില്ല. ക്യാമ്പിൽ നിന്ന് പോണ ആൾക്കാർക്കൊക്കെ എന്തൊക്കെ ഇച്ചിരി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ നടന്ന പ്രദേശത്ത് കുടുംബങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. സാമ്പത്തികവും ഇല്ല, പിന്നെ വീട്ടിലുള്ളേക്കുള്ള സാധനങ്ങളും ഇല്ല. അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അതായത് ഇപ്പൊ സർക്കാർ നമ്മളെ ചെയ്യിപ്പിക്കുന്നു. ഇപ്പൊ നിലവിൽ ഇപ്പൊ എത്ര വീടുകളാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സംഗതിയുള്ളത്? അതായത് പാത്രങ്ങളില്ല, പിന്നെ ഭക്ഷണ കിറ്റ് കിട്ടുന്നില്ല എന്നുള്ള നിലവിലിപ്പം ഇവിടെ താമസിക്കുന്ന എത്ര വീടുകളാണ്? ഇപ്പൊ ഞങ്ങളൊരു 10-300 വീടുകളുണ്ട്. വീടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളോട്ടൊക്കെ ആയിട്ട് കുറേ പേര് ഒക്കെ ഒരേപോലെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ. ഇവിടെ അധികം സാമ്പത്തികമുള്ള ആൾക്കാരല്ല. അപ്പൊ ആ ലെവലിലുള്ള ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സന്നദ്ധ സംഘടനകൾ വരുമ്പോൾ മുന്നേ അവർ പറയും നമ്മൾ ടോക്കൺ കൊടുത്തിട്ട് ആൾക്കാർക്ക് ടോക്കൺ കൊടുക്കുക, ആദ്യം കൊടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വന്നിട്ട് മേടിച്ചു പോകാൻ പറയുകയാണ്. ഇപ്പം ഇന്നും നമ്മളിപ്പോൾ ആൾക്കാർ അത്രയും പേര് ഇവിടെ ഉണ്ട്, ഇന്നും വന്നിട്ട് ആൾക്കാർ തൊഴിലുകളൊന്നും ഇപ്പം ഇവർക്ക് ഒരു തൊഴിലും കാര്യങ്ങളൊന്നുമില്ല, ഒരു തൊഴിലൊന്നുമില്ല. സാമ്പത്തികം ഭയങ്കര പ്രശ്നമാണ്. പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ട്, ദൂരെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ സാമ്പത്തികം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്, സാമ്പത്തികത്തിൻ്റെ ഒരു കാര്യം. അതേപോലെ തന്നെ സാധനമായിട്ട് വരുമ്പോഴും പറഞ്ഞെന്താണ് അവിടെ ഞങ്ങൾ ഓരോ ഗ്രൂപ്പുകളിലും ഇതേമാതിരി മുടക്കി ഇട്ടെന്നാണ് ഞങ്ങൾ പറയാൻ കഴിഞ്ഞത്. ഇങ്ങോട്ടേക്ക് ആരും കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു. സാധനം ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല എന്നാണ് ഞങ്ങളുടെ ഇതിൽ. ഞങ്ങൾ അറിവിലേക്ക് എത്തിയിട്ടില്ല സാധനം, പക്ഷെ നമ്മളിലേക്ക് എത്തിയിട്ടില്ല. അത് പാതി വഴിക്ക് ഇറങ്ങിയിട്ട് അത് അങ്ങ് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സാധനങ്ങൾ, പാത്രങ്ങള്, ഭക്ഷണ സാധനം. ചേച്ചി എന്താ ചെയ്യണ ഇവിടെ? ഞാനൊരു ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. 2 മാസം കഴിഞ്ഞ് ഒരു തൊഴിലും ഇല്ലാതെ ഒരേ ഇപ്പൊ ഈ ഒരു സമയമൊക്കെ എനിക്ക് ഒഴിവില്ലാത്തൊരു ടൈം. ഒന്ന് ഞാൻ രാവിലെ പോയിട്ട് പഞ്ചായത്തിന്റെ അവിടെ പോയി നിന്നിട്ട് ഇതപ്പം കയറിയത് നിങ്ങളവിടെ വന്നു. പേര്? എൻ്റെ പേര് സബിത. ഓക്കെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് ഈ വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പിൽ വിട്ടിട്ട് പറയാം. കാരണം ഞങ്ങൾ കേൾക്കുന്നത് പുറത്തുനിന്ന് കേൾക്കുന്നത് എന്താ വെച്ചാൽ അവിടേക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, ഇഷ്ടംപോലെ ഭക്ഷണം കാര്യങ്ങളും ഉണ്ട്, സ്റ്റോക്കാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. സ്റ്റോക്കൊന്നുമില്ല, എനിക്ക് ആകെ കിട്ടിയത് വാർഡിന്ന് 2 കിറ്റാണ്, കിട്ടിയ കിറ്റാണ്. അതുകൊണ്ടൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് പോയി ചോദിക്കാൻ പാടില്ല. ശരി, എന്നാ ഞങ്ങള് പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ സഹായിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് കുറച്ച് സാധനങ്ങൾ കുറച്ചിട്ട് അതൊരു എമൗണ്ടും കൂടി ആക്കിയിട്ട് ഒരു ചെറിയ കവറിൽ തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആവശ്യമുള്ളതേ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, ആവശ്യമില്ലാത്ത വെറുതെ കിട്ടിയിട്ടും കാര്യം. ആവശ്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. കാരണം സാമ്പത്തികം ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്.